സുചേട്ടാ നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ പ്രേക്ഷകരെ കൂടെ ആ കാര്യങ്ങൾ നമുക്കൊന്ന് അറിയിക്കേണ്ടതുണ്ട്. ഈ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു, റഷ്യ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, റഷ്യയെ കൊണ്ട് ഒരു കാശിന് കൊള്ളില്ല എന്നാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ. സത്യം പറയട്ടെ, നാറ്റോ ഇന്നലെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലിറ്ററലി നാറ്റോ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നമ്മൾ പറഞ്ഞു പോളണ്ടിനെ റഷ്യ ആക്രമിച്ചു, ഡ്രോൺ ആക്രമണം നടത്തി. അത് കഴിഞ്ഞ് റൊമേനിയ ആക്രമിച്ചു. റൊമേനിയൻ വ്യോമാതിർത്തി ലംഘിച്ച് റഷ്യയുടെ വിമാനങ്ങൾ അകത്തേക്ക് പറന്നു കയറി. ഇപ്പോഴിതാ നാറ്റോ ആ സമയത്ത് പറഞ്ഞിരുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതിയിരുന്നതും ഇല്ല, റഷ്യ പോളണ്ടിലേക്ക് ഡ്രോണുകൾ പറത്തിയപ്പോൾ തന്നെ നാറ്റോ സജ്ജരായിരുന്നു, നാറ്റോ അപ്പൊ തന്നെ ആ ഡ്രോണുകളെയൊക്കെ അടിച്ചിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത, ഈ മാർക്ക് റുട്ടെ, നാറ്റോയുടെ സെക്രട്ടറി, ഡൊണാൾഡ് ട്രംപിനെ കണ്ടിട്ടുണ്ട്. പോരാത്തതിന് ഞങ്ങളെ കൊണ്ട് നടക്കില്ല കേട്ടോ എന്നാണ് പറയുന്നത്. അവന് ഭ്രാന്താണ്, ഞങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ റഷ്യയുടെ മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ റഷ്യ പുറത്തെടുത്തിരിക്കുകയാണ്. അവർ എന്നിട്ട് പറയുന്നത്, ഈ സംഭവം അകത്തേക്ക് ഈ ഡ്രോൺ കയറിയപ്പോൾ ഞങ്ങള് എഴുതി പിടിപ്പിച്ചു, അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചു ഡ്രോണുകളെല്ലാം തകർത്തുന്നു. പക്ഷെ അങ്ങനെയല്ല, 7 മാത്രമേ തടയാനായിട്ട് സാധിച്ചുള്ളൂ. അവന്മാര് ഇങ്ങോട്ടേക്ക് വിട്ടത് 19 ഡ്രോണുകളാണ്. ഈ 19 ബാക്കി എവിടെ പോയി? അവിടെ എവിടെയൊക്കെ ചെന്ന് പതിച്ചിട്ടുണ്ട്. ആ വാർത്തയൊന്നും പുറത്തു വിടാതിരിക്കുക. പോരാത്തതിന് ഇവര് പറയുന്നത് ഈ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ അതിമാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകളാണ്, ചെലവും കുറവ്, വളരെ ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണ്. പക്ഷെ ഇത് തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാകട്ടെ ഭയങ്കര ചെലവുള്ള ഉപകരണങ്ങളും. ഞങ്ങൾ സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെട്ടു പോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇപ്പോൾ നാറ്റോയുടെ സെക്രട്ടറി മാർക്ക് റുട്ടേജ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് റഷ്യയുടെ വിശ്വരൂപം റഷ്യ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ പോരാത്തതിന് ഈ നാറ്റോ പിന്തിരിഞ്ഞോടി എന്നാണ് ഇതിന് ഞാൻ കൊടുക്കുന്ന ഒരു വിശദീകരണം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ നാറ്റോ പറയേണ്ടതല്ല. കാരണം ഈ റഷ്യയും ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് തുടങ്ങി. ആ ബ്രിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ ആ ബ്രിക്സിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഇവര് ആ 3 പേരും കൂടെ നിൽക്കുന്ന ആ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ കണ്ടതാണ്, 3 പേരും കൂടെ നിൽക്കുന്ന ആ പടം ഇട്ടിട്ട് താഴെ ഡിഫൻസ് ബഡ്ജറ്റ് 1 ബില്യണ് താഴെ, ഏകദേശം $800 മില്യൺ $600 മില്യൺ എന്തോ ആണ്. എന്നിട്ട് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന പടം, തുർക്കി, UK, ഫ്രാൻസ്, ജർമ്മനി, നടുക്ക് ഡൊണാൾഡ് ട്രംപ്, എന്നിട്ട് താഴെ നാറ്റോയുടെ ഡിഫൻസ് ബഡ്ജറ്റ് 1.9 ബില്യൺ. അപ്പൊ ഈ വെറും 600 മില്യൺ ഉള്ള നിങ്ങളാണോ ഞങ്ങളെ അടിച്ച് തുലയ്ക്കാൻ വരുന്നത് എന്നാണ് ഇവര് ആ സമയത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ കാര്യം മാറി, കഥ മാറി. അതിനിടയിൽ വിശോട്ടൊന്ന് ആലോചിച്ച് നോക്ക്, ഈ റഷ്യ 2 മിസൈൽ പരീക്ഷിച്ചു. അതിൽ ഒരു മിസൈൽ അമേരിക്കയുടെ മുകളിൽ കൂടെ പറക്കാൻ ശേഷിയുള്ളത്. വേറൊരു മിസൈൽ ഉണ്ടല്ലോ, സ്കൈഫോൾ, കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത്. ആ മിസൈല് 2 ദിവസം നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യാൻ കഴിവുള്ളത്. ആ മിസൈലിന്റെ പ്രത്യേകത, ആ മിസൈൽ ഒരു അറ്റോമിക് റിയാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു അറ്റോമിക് റിയാക്ടർ ആ മിസൈലിനുണ്ട്. റഷ്യയുടെ ഒരു സാങ്കേതിക വിദ്യ ആലോചിച്ച് നോക്കൂ. ആ അറ്റോമിക് റിയാക്ടർ വെച്ചിട്ടാണ് ഇത് പറക്കുന്നത്. സാധാരണ മിസൈൽ പറക്കുന്നത് എന്ത് ഫ്യൂല് വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സാധനം അറ്റോമിക് റിയാക്ടർ അതിലുള്ളത് കൊണ്ട് തന്നെ ഈ മിസൈലിന് 2 ദിവസം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കിടന്ന് കറങ്ങാനും സാധിക്കും. ഈ മിസൈലിനെ തകർക്കാനായിട്ട് അമേരിക്കയുടെ കയ്യിൽ പോലും ഒരു വ്യോമ പ്രതിരോധ സംവിധാനമില്ല. നമ്മുടെ തിലകൻ മണിച്ചിത്രത്താഴിൽ പറയുന്നത് പോലെ ഇതിന് പരിഹാരം ഇല്ല, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. എന്താണ് വിചേട്ടാ നടക്കുന്നത്? എന്താണ് സംഭവം? നമ്മൾ തുടക്കം പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, റഷ്യക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നാറ്റോയെ വലിച്ചിടും. കാരണം റഷ്യയെ അടിക്കടി സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിന് അവർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നുണ്ട്. വരൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവനെ സാമ്പത്തികമായിട്ട് തകർക്കാം. സാമ്പത്തികമായിട്ടൊരു രാജ്യം തകർന്നു കഴിഞ്ഞാൽ എത്ര ആയുധം ഉണ്ടെങ്കിലും മുൻപോട്ട് പോകാൻ കഴിയില്ല, യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതൊരു സത്യമായ, ഒരു പരമമായ സത്യമാണ്. കാരണം ഈ ആക്രമിക്കുന്ന ഓരോ ഉപകരണത്തിനും പൈസ ചിലവാകും. നമുക്കറിയാം, കാർഗിൽ യുദ്ധ സമയത്ത്, ഇപ്പോഴല്ല, 27 വർഷം മുമ്പ് കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് 1500 കോടി രൂപ വരെ പെർ ഡേ ചിലവായിട്ടുണ്ട്. 1500 കോടി അന്നത്തെ 27 വർഷം മുമ്പുള്ള കഥയാണ്. ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ റേറ്റ് നമുക്കറിയില്ല, എങ്കിലും ഒരു ബ്രഹ്മോസിന്റെ ശരാശരി വില നമുക്കറിയാമല്ലോ എത്രയാണെന്ന്. അങ്ങനെ 11 ബ്രഹ്മോസ് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ എത്ര കോടി രൂപയായി? ഇത് വെറുതെ ഈ പടക്കക്കട വാണം ഉണ്ടാക്കി വെക്കുന്നതിന് തന്നെ 100-300 രൂപ കൊടുക്കണ്ടേ? നല്ലൊരു റോക്കറ്റ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, വിഷുവിനൊക്കെ പടക്കം. റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്, റഫേൽ 1 മണിക്കൂർ പറക്കണമെങ്കിൽ ഏകദേശം 22 ലക്ഷം രൂപയാണ് ഇന്ത്യക്ക് ചെലവ്. 1 മണിക്കൂർ റഫേൽ പറക്കണമെങ്കിൽ.
അതാ ഞാൻ പറഞ്ഞത്, വലിയ ചെലവുള്ള സാധനം തന്നെയാണ് യുദ്ധം. നമുക്കൊരു രസമാണ് ഇത് കാണുമ്പം. ഈ മറ്റേ തൃശ്ശൂർ പൂരത്തിന് മുകളിലോട്ട് പോയി വെടിക്കെട്ട് കാണാൻ രസമാണ്. പക്ഷെ അതിന് എത്ര ലക്ഷം രൂപയുടെ ചെലവ് വരുമെന്ന് ആലോചിച്ച് നോക്കണം. അതിനേക്കാൾ എത്രയോ ചെലവായിരിക്കും യുദ്ധം. ഇപ്പൊ ധനുഷ് പറഞ്ഞ ഈ കേസിൽ അവരത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. $11,000 ചെലവാണ് റഷ്യ വിട്ട ഒരു ഡ്രോണിന്റെ എക്സ്പെൻസ് ചെലവ്. 11,000. അതിനെ തടയാനായിട്ട് നാറ്റോ ഒരുക്കിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് $4,50,000 ചെലവ്. അതായത് $11,000 ഒരു ഡ്രോൺ തടയാൻ 4,50,000 അവർക്ക് മുടക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഭാവിയിൽ വീണ്ടും നൂറുകണക്കിന് ഡ്രോണുകൾ റഷ്യ വിടുകയാണെങ്കിൽ എത്ര രൂപയുടെ നഷ്ടം അവിടെ തന്നെ നാറ്റോയ്ക്ക് വരും? ഇവിടെ നമ്മൾ ആയുധബലമല്ല കണക്കൂട്ടുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഈ യുദ്ധത്തിൽ എല്ലാവരും കണക്കൂട്ടുന്നത് ആയുധബലമാണ്. ആയുധബലമല്ല, ബുദ്ധിയും ഒപ്പം തന്നെ ടെക്നിക്കുകളുമാണ് യുദ്ധത്തെ വിജയിപ്പിക്കുന്നത്. ഇവിടെ റഷ്യ എന്താണ് ചെയ്യുന്നത്? എന്തായാലും നമുക്ക് തന്നെ അറിയാം, റഷ്യക്ക് ഒരിക്കലും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പിടിച്ചെടുക്കാനോ അമേരിക്ക തകർക്കാനോ ഇല്ല നാറ്റോ രാജ്യങ്ങളെ ഒന്നും ആഗ്രഹമില്ല. അവർക്ക് അതിന് കഴിയുകയില്ല. പകരം നാറ്റോ എല്ലാം കൂടെ വിചാരിച്ചാലും റഷ്യയെ അടിക്കാൻ കഴിയും. പക്ഷെ എന്താണ് ഇപ്പോൾ നാറ്റോയെ പിന്നോക്കം വലിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ നാറ്റോ രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പലതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്ക അടക്കം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒരു യുദ്ധം വലിയ രീതിയിൽ വന്ന് സാധാരണ ഈ വെനസ്വേലയ്ക്ക് പോയി ബോംബിടുന്നത് പോലെ അല്ല റഷ്യയുമായിട്ടൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ. കാരണം റഷ്യയെ സംബന്ധിച്ച് മുൻപിൻ നോക്കാനില്ല, ഒന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. കയറി നിന്ന് അടിക്കുമ്പോഴത്തേനും വലിയ രീതിയിലുള്ള പണം മുടക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാകും. ഇപ്പോഴുള്ള സാമ്പത്തിക ക്രൈസിസിനേക്കാൾ വലിയ രീതിയിലുള്ള ക്രൈസിസിലേക്ക് അമേരിക്ക പോകും. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത്, ഞങ്ങൾ ഉപരോധം പ്രഖ്യാപിക്കും, പക്ഷെ ഞങ്ങളോടൊപ്പം നിൽക്കണം. നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കും. വിശ്വാസമില്ല. അതുകൊണ്ടാണ് പറയുന്നത് G7 രാജ്യങ്ങളോടും യൂറോപ്യൻ യൂണിയൻ, നിങ്ങൾ ആദ്യം ഈ താരിഫ് ചുമത്തി കൊടുക്കുക, അപ്പൊ ഞാൻ ഉപരോധം പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് സാമ്പത്തിക നഷ്ടമാകുമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്കത് സാമ്പത്തിക നഷ്ടം, അത് ഇനി ഞങ്ങൾ വഹിക്കാൻ തയ്യാറൊന്നുമല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായി ഈ നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും തകർക്കുക എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ ലക്ഷ്യം. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ വലിയ തീരുവയും കാര്യങ്ങളുമായിട്ട് ട്രംപ് മുമ്പോട്ട് പോയാൽ റഷ്യയുടെ നില പരിഗണിലാകും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളും വന്ന് കിടക്കൂ, വരൂ, നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടത്തിൽ അടിച്ച് ഇവിടെ കിടക്കാം, എല്ലാവർക്കും പട്ടിണിയും പരിവട്ടമായിട്ട് മുമ്പോട്ട് പോകാം. ഇതിനകത്ത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പഴയതുപോലെ നിൽക്കുന്നില്ല. ഈ ചൈനയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയും താരിഫ് ചുമത്താൻ പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞിട്ട് അവർ കേൾക്കാത്തതിന് കാരണം എന്താ? അവർക്കറിയാം അത് വാളിപ്പോകുമെന്ന്, വിജയിക്കില്ലെന്ന്. എന്തുകൊണ്ടാണ് ട്രംപിന്റെ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ട്രംപ് വഴങ്ങാൻ തയ്യാറാകുന്നത്? ഈ ആഗസ്റ്റ് മാസത്തെ കണക്ക് പുറത്തു വരുമ്പോൾ ആഗസ്റ്റ് മാസം 9% നമ്മൾ വളർച്ച കൈവരിച്ച കയറ്റുമതിയിൽ. ആഗസ്റ്റ് മാസം മാത്രം. ഈ ആഗസ്റ്റ് മാസം ഒരു പ്രത്യേകത ഉണ്ട്. 50% താരിഫ് അമേരിക്ക അടിച്ചു തന്ന മാസമാണ്. അവിടെ 9% നേട്ടം നമ്മൾ കൊയ്തു എന്നുള്ളതാണ് പുതിയ കണക്കുകൾ നമുക്ക് പുറത്തു വരുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കയറ്റുമതിയിൽ മാത്രം. അതായത് ഇന്ത്യ വളരെ മുമ്പേ തന്നെ അതിനുള്ള സ്പേസുകളും ഇടങ്ങളും കണ്ടെത്തിയിരുന്നതാണ്. അതായത് നാമമാത്രമായ ഒരു ഡാമേജ് മാത്രം ഈ താരിഫ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഈ കൂടുതൽ താരിഫ് ചുമത്തിയിട്ട് കാര്യമുണ്ടോ? അവസാനം ഇന്നലെ നവേര എന്താണ് പറഞ്ഞത്? അവര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചാക്ക് ചോളം പോലും വാങ്ങുന്നില്ല. ചോളം വാങ്ങില്ല എന്ന് പണ്ടേ നമ്മുടെ അടുത്ത തീരുമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെത്. കാരണം ജനിതക മാറ്റം വരുത്തിയ ഒരു കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ വരാൻ അനുവദിക്കില്ല. കാരണം ഇവൻ ഈ ജനിതക മാറ്റമുള്ള ഈ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് തന്നിട്ട് അതിന്റെ പുറകിന് തന്നെ അതിന്റെ മരുന്നും കൂടെ ഇവിടെ കൊണ്ടിറക്കാനാണ്. ഇത് കഴിക്കുമ്പോൾ അസുഖം വരും ജനത്തിന്, മരുന്നും കൂടെ ഇറക്കാൻ. അതായത് നമ്മുടെ കാർഷിക മേഖല തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഷിക മേഖലയും ക്ഷീരോത്പാദന മേഖലയിൽ ഞങ്ങൾക്ക് തുറന്നു തരണം എന്ന് പറഞ്ഞാൽ തരില്ല എന്ന് പറയുന്നു. ഇന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ആ ചർച്ച എങ്ങും എത്താൻ സാധ്യതയില്ല. കാരണം ഇവരുടെ ഡിമാൻഡ് 1, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്; 2, ഞങ്ങളിൽ നിന്ന് പെട്രോൾ ഡീസൽ വാങ്ങാവും; 3, ചൈനയിൽ. അവര് ഇപ്പോ പറയുന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാർത്ത ഞാനിന്ന് രാവിലെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിരുന്നു. അവര് പറയുന്നത് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ മഞ്ഞുരുകലിന്റെ ഒരു ഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ആ ഒരു വിഷയം രണ്ടാമത്തെ വിഷയമാക്കി. നമുക്കാദ്യം വ്യാപാര കരാർ, അതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. നിങ്ങൾ എണ്ണ വാങ്ങാതിരിക്കുക ചെയ്തുള്ളൂ. അത് ഇനി അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം എന്നുള്ളൊരു പോയിന്റിലേക്ക് അവർ നിലവിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് എത്താൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നന്നായി അറിയാം ഈ റഷ്യയുമായിട്ട് നടക്കാൻ പോകുന്ന ഒരു അടി വരും, 100% വരും. ഈ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകും, സാമ്പത്തിക വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ അവസരത്തിൽ ഇന്ത്യയെ കൂടെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള കച്ചവടം കൂടെ പൂട്ടിക്കെട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, കാരണം ഈ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ഇല്ലെന്ന് ഈ നവേരോ നാലിക്ക് നാപ്പോട്ടം പറയുന്നുള്ളൂ. ചോളം ഇറക്കും, അവർ മേടിക്കുന്നില്ല; അരി മേടിക്കുന്നില്ല; മറ്റേത് മേടിക്കും. അതിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയ ഡീലിങ്സ് അമേരിക്കയോട് നടത്തുന്നില്ലേ? നമ്മൾ ആയുധം വാങ്ങുന്നില്ലേ? അവരുടെ ജെറ്റുകൾ വാങ്ങുന്നില്ലേ? യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നില്ലേ? ബില്യൺ കണക്കിന് പണത്തിന്റെ ഇടപാടാണ് അമേരിക്കയോട് നടത്തുന്നത്. അത് നാളെ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അപ്പൊ അവരുടെ പ്രശ്നം അതല്ല. അവർക്കിപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കാർഷിക മേഖല, ക്ഷീരമേഖല, അതായത് അമേരിക്കയ്ക്ക്, അതായത് അമേരിക്കയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ട്രംപിന്റെ ബോധ്യമായിരിക്കുന്നു വിരട്ടലും ബലപേശലും നടക്കില്ല.
ഒന്ന് ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ അവര് ഈ അമേരിക്കയുടെ ആ ഒരു ഭീഷണിക്ക് മുകളിലേക്ക് വളർന്നു കഴിഞ്ഞു അവരുടെ രാജ്യം. അപ്പൊ ഇനി അവിടെ അത് നടക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിപണിയുള്ള രാജ്യമാണ്, അവിടെ അങ്ങനെ വരട്ടി വിജയിക്കാനും കഴിയില്ല. ഇത് ഈ യാഥാർത്ഥ്യം ട്രംപ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അയാൾക്ക് പിഴച്ചു പോയി, എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ ട്രംപിന് പറയേണ്ടി വന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു കരട്, എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഈ വരുന്ന ചർച്ചയിൽ, നാളെ നടക്കുന്ന ചർച്ചയിൽ ഒന്നും ആകില്ല. പിന്നെ ട്രംപ് ആയതുകൊണ്ട് തള്ളിന് കുറവൊന്നും ഉണ്ടാകത്തില്ല. പുള്ളി പറയും അവര് ക്ഷീരോത്പാദന മേഖലയും കാർഷിക മേഖലയൊക്കെ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ തൽക്കാലം ഒന്ന് ന്യൂട്രൽ നിൽക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ താങ്ങും, ഒരു കാര്യമില്ല. അപ്പൊ ഇത് കാരണം അവരുടെ ഡിമാൻഡുകൾ ഒന്നും ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി കൂടി. കാരണം താരിഫ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, അതുകൊണ്ടാണ് നമുക്ക് വലിയ ഡാമേജ് വരാതെ പോയത്. 9% നമുക്ക് വർധനമാണ് ഉണ്ടായത്, താഴോട്ട് കുറവ് വന്നില്ല. അപ്പം ഇതെല്ലാം അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിക്കുന്ന കാര്യം. കാരണം അവർ 100% കരുതുന്നു റഷ്യയുമായ ഒരു ഏറ്റുമുട്ടലിന് പോകേണ്ടി വരും. കാരണം പോളണ്ട്, റൊമേനിയ, ഇപ്പോ റഷ്യ പുതിയ പരിപാടി ചെയ്തിരിക്കുന്നത് ബെലാറസുമായിട്ട് ചേർന്നുകൊണ്ട് ഈ സ്പാർട്ട് 225 ഒരു ഭാഗമായി, സൈനിക നീക്കത്തിന്റെ ഭാഗമായി വലിയ രീതിയിലാണ് അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധത്തിലേക്ക് തീരത്തുള്ളൂ. മുമ്പും ഇതേപോലെ 2021 അവസാനം സപാഡിന്റെ ഒരു സൈനികാഭ്യാസം നടന്നതിന്റെ അടുത്ത ദിവസമായിരുന്നു ഉക്രൈനെ കയറി അടിച്ചത്. അതുകൊണ്ട് ഇത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. റഷ്യ ഇപ്പോൾ ചെയ്യുന്ന വഴിച്ചാൽ അതായത് സിമ്പിളാണ് കാര്യം. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാക്സിമം സാമ്പത്തികമായി ഉപരോധിച്ച്, സാമ്പത്തികമായി റഷ്യയെ തകർത്ത്, റഷ്യയുടെ കയ്യിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ വാങ്ങുന്നുണ്ടോ അവരൊക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് സാമ്പത്തിക ഉപരോധം കൊണ്ട് സാമ്പത്തികമായി ഞെരുക്കുക. അങ്ങനെ പട്ടിണിയിലേക്ക് പോകുമ്പോൾ പുട്ടിന്റെ യുദ്ധം അവിടെ തീരും എന്ന് കരുതുന്നു. റഷ്യയും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. റഷ്യ ചിന്തിക്കുന്നത് എന്താണ്? അവരുടെയൊക്കെ ഉപരോധമൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല, കാരണം സാമ്പത്തിക ഉപരോധമൊന്നും അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. പകരം അവരെന്താ ചെയ്യുന്നത്? ഇവന്മാരെല്ലാം കൂടെ വലിച്ച് യുദ്ധത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകില്ലേ? എല്ലാവർക്കും ഉണ്ടാകും. കാരണം അതിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം സമ്പന്നന്മാരൊന്നും അല്ല, എല്ലാവരും ഈ പൈസ പ്രശ്നങ്ങളുള്ളവർ തന്നെയാണ്. അമേരിക്ക അടക്കം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ വലിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഈ ഉപരോധത്തിന് സ്കോപ്പ് ഉള്ളത്? പിന്നെ എവിടെയാണ് ഈ ഭീഷണിക്ക് സ്കോപ്പ് ഉള്ളത്? പിന്നെ എല്ലാവരും അവനവന്റെ തടി രക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് അദ്ദേഹം നോക്കുന്നത്. അതായത് ട്രംപിന് ഈ ഒരു നയം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ വിളച്ചിലെടുക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ UK ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തൊരു വാർത്തയുണ്ട്, കഴിഞ്ഞ വർഷം ഡിസംബറിൽ കൊടുത്തൊരു വാർത്ത. റഷ്യ യഥാർത്ഥത്തിൽ UKയെ ടാർഗറ്റ് ചെയ്ത്, UKയിലെ 27-31 പ്രദേശങ്ങൾ ടാർഗറ്റ് ചെയ്ത് കൃത്യമായി മിസൈൽ ആക്രമണം നടത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റ് റഷ്യ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ആ ഒരു വാർത്ത നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് അന്ന് വന്ന ആക്ഷേപം എന്ന് പറയുന്നത്, ഈ വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? റഷ്യയും UK തമ്മിൽ എന്തിനാണ് ഒരു ചകടയുടെ ആവശ്യം? അങ്ങനെയൊന്നും വരാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇപ്പൊ ചിത്രം തെളിഞ്ഞില്ലേ? അതായത് നാറ്റോയുടെ ഭാഗമാണ് UK എന്ന് പറയുന്നത്. UK ഇപ്പോ റഷ്യയുടെ അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, നിങ്ങൾ നാറ്റോയുടെ വ്യോമാതിർത്തി, നാറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി നിങ്ങൾ നിരന്തരം ലംഘിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് UK പറയുന്നുണ്ട്. അതേസമയം നാറ്റോയിലുള്ള മാർക്ക് റൂട്ടെ UN സംഭവം കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമമാണ് മാർക്ക് റൂട്ടെ ശ്രമിക്കുന്നത്. അപ്പോഴാണ് UK ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ അടിക്കുമെന്ന്. അപ്പൊ UKക്ക് ഒരു കടിഞ്ഞാടിടേണ്ടത് ആവശ്യമല്ലേ? ഈ ആരാണ് പറഞ്ഞത് UK റഷ്യ ഒരു പ്രശ്നമില്ല? ഞാൻ ഇവിടുത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് 1/2 മണിക്കൂർ ഞാൻ UK പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവർ 18ാം നൂറ്റാണ്ട് മുതൽ ശത്രുക്കളാണ് UK-യും റഷ്യ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ. 2010 പിന്നെ റഷ്യയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, ചാരൻ ഉദ്യോഗസ്ഥൻ സർജിൽക്കോ. ഈ സർജിൽക്കോ ഡബിൾ ചാരനായിരുന്നു, ഡബിൾ ഏജന്റ് ആയിരുന്നു. UK-ക്കും ചോർത്തി കൊടുക്കും, ഇവിടെയും ചോർത്തി കൊടുക്കും. അങ്ങനെ റഷ്യ പിടിച്ചകത്തിട്ട് അവസാനം UK വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി അവസാനം കോംപ്രമൈസ് ആയി ഇയാളെ UK-യിൽ കൊണ്ടുവന്ന് വീടും കുടിയൊക്കെ കൊടുത്തു. അവിടുത്തെ സിറ്റിസൺഷിപ്പ് റഷ്യക്കാരനാണ്. 2013 ഈ സർജിൽക്കോയും മോളും എവിടെയോ പോകുന്ന സമയത്ത് കാറിൽ ബോധരഹിതരായി കിടക്കുന്ന കണ്ടു. അങ്ങനെ ഇവർ ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള വിഷം, ഈ വിഷം കൊടുക്കുന്ന റഷ്യക്കാരെ കവച്ചു വെക്കാൻ ആർക്കും പറ്റില്ല, ആ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. റഷ്യ കരുതിയിരുന്നുകൊണ്ട് UK-യിൽ ഉള്ള സർജിക്കലും മോൾക്കും പണി കൊടുത്തു. അത് വലിയ വിഷയങ്ങളായി. അംബാസഡർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കി, യുദ്ധത്തിന്റെ വക്ക് വരെ എത്തി. ഈ 2018 പിന്നെ UK പറഞ്ഞല്ലോ, റഷ്യയാണ് ഞങ്ങളുടെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ പാർലമെന്റിൽ പോലും അവർ നുഴഞ്ഞു കയറുന്നു. അതിനുശേഷം കാരണം ഇവരുടെ വെച്ചാൽ ഇന്നും ഇന്നലെ തുടങ്ങിയ വൈരാഗ്യമല്ല, ഉക്രൈൻ അതിലൊരു വിഷയമേ ഇല്ല. ഇതിനകത്ത് UK-യുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ UK-യുടെ പരമ്പരാഗതമായ ശത്രു റഷ്യയാണ്. ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും, അമേരിക്കയായിട്ട് റഷ്യക്ക് ശത്രുതയില്ല, പറയത്തക്ക ശത്രുതകളൊന്നും തന്നെ ഇല്ല. UK-യുമായിട്ട് ശത്രുതയാണ്. ജർമ്മനിയുടെ വിഷയം എന്താണ്? ഈ പോളണ്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പോളണ്ടിന്റെ പകുതി ഭാഗം ഇരിക്കുന്നത് നമ്മുടെ ജർമ്മനിയുടെ കയ്യിലാണ്.
പോളണ്ടിൽ റഷ്യ കയറിയാൽ ജർമ്മനി അടുത്തടി ജർമ്മനി കിട്ടും. അതാണ് ജർമ്മനി ഇവരുടെ ഉടക്കാട്ടൊക്കെ നിൽക്കുന്നത്. ഫ്രാൻസിന് ഇച്ചിരി കഴിഞ്ഞാൽ ഫ്രാൻസിന് കിട്ടും അടി. അതുകൊണ്ടാണ് ഫ്രാൻസ് നിൽക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഈ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു പ്രശ്നം നേരിട്ട് റഷ്യയുമായിട്ടില്ല. പക്ഷെ മറ്റവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിനോട് ചുറ്റോട് കിടക്കുന്ന 8-9 രാജ്യങ്ങളുണ്ട് നാറ്റോയിൽ വരുന്നത്. അവർക്കും പ്രശ്നമുണ്ട്. യു കെക്ക് പരമ്പരാഗതമായിട്ടുള്ള പണ്ടുപുരാതന കാലം തൊട്ടുള്ള ശത്രുവാണ്. അപ്പം അതിൽ പുതിയതായിട്ട് വന്ന ശത്രുക്കളും കാര്യങ്ങളും ഒന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കപ്പൽ അവിടെ പോകുന്നു, അവരുടെ കേബിൾ മുറിക്കും, അവരുടെ അതിർത്തി ചാര പ്രവർത്തനം നടത്തും, അവർ തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ യു കെക്കായാലും ഫ്രാൻസിനായാലും ആർക്കും ഇപ്പോൾ സ്വാഭാവികമായി തന്നെ മുമ്പോട്ട് നീങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ ആയുധബലം കൊണ്ട് മാത്രം കാര്യമില്ല. അത് മുകളോട്ട് വിടാനും ഇല്ലെങ്കിൽ ശത്രുവിന്റെ ഭാഗത്തേക്ക് വിടാനുള്ള പണമാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ മാസങ്ങളോളം നീട്ടാത്തത്. കാരണം ഇപ്പോൾ നമുക്ക് 100 രൂപ താഴെ പെട്രോൾ കിട്ടുന്നുണ്ട്, കേരളം ഒഴിച്ച്. കേരളത്തിൽ എന്തുകൊണ്ടാണെന്നുള്ളത് മലയാളികൾ പിണറായി വിജയനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ കേരളം ഒഴിച്ച് ഇന്ത്യയിൽ 100 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ അയൽ രാജ്യത്ത് എവിടെയാണ് 100 രൂപയ്ക്ക് താഴെ പെട്രോൾ കിട്ടുന്ന ഒരു രാജ്യം പറയും? ഏതെങ്കിലും ഒരു രാജ്യം പറയൂ. ചൈനയെ പോലും നമ്മുടെ റേറ്റിൽ നിന്ന് കിട്ടുന്നത്. അവരുടെ റേറ്റാണ്, അവരുടെ രൂപ, അവരുടെ നാണയം, അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഈ 100 രൂപ താഴെ എവിടെ പെട്രോൾ കിട്ടും? ഇവിടെ ചോദിക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് നിങ്ങൾ കുറഞ്ഞ റേറ്റിന് പെട്രോൾ ഇറക്കുന്നില്ല, അതിന്റെ ഗുണമെന്താ ഈ നാട്ടുകാർക്കൊക്കെ എന്താ? രാവിലെ പെട്രോൾ എടുത്തിട്ട് 5 ലിറ്റർ വെച്ച് ബൈക്കിൽ ഒഴിച്ചു തരണം ഫ്രീ ആയിട്ട്. ഒരു രാജ്യത്ത് നടക്കാറില്ലല്ലോ. ഈ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ പോലും പൈസ കൊടുത്തിട്ടാണ് അടിക്കുന്നത്. തുച്ഛമായ പൈസയേ ഉള്ളൂ, പൈസ കൊടുത്തിട്ട് തന്നെ അടിക്കുന്നത്. സർക്കാരിന് വരുമാനം വേണ്ട. ഈ റോഡ് എങ്ങനെയാണ് വരുന്നത്? ഇതൊന്നും സർക്കാർ മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പണിയാനൊന്നും മോദിയുടെ ഇല്ല. അതിന് മാത്രം സമ്പന്നനാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം ഇത്തരം റോഡ് പണിയാനൊക്കെ ആയിട്ടുള്ളത് ഇതെല്ലാം നികുതി പണമാണ്. ഈ നികുതി എവിടെ നിന്നാണ് വരുന്നത്? കാരണം ഒരു ബൈക്ക് മേടിക്കുന്നു, ഓടിപ്പോകുന്നു. കാരണം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളുണ്ട്, റെയിൽവേ ഉണ്ട്, ബസ്സുണ്ട്, അല്ലേ? അത് ഉപേക്ഷിച്ച് നമ്മൾ വലിയ ആഡംബര കാറ് വാങ്ങുന്നു, അതിന് മൈലേജ് കുറവായിരിക്കും. അപ്പൊ പെട്രോളിന് കുറച്ചുകൂടെ വില കുറച്ച് കിട്ടിയെന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നും. സ്വാഭാവികം മാത്രമാണ്. 100 രൂപ താഴെ പെട്രോൾ വരുന്നത് ഈ കിഴക്കൻ ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അത് യാഥാർത്ഥ്യവുമാണ്. കേരളത്തിലല്ല. കേരളം മറ്റൊരു രാജ്യമാണല്ലോ. കാരണം ഇവിടെ 106 രൂപയാണ് പെട്രോളിന്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂർ കുറച്ച് ദിവസം കൂടെ നീണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ഈ 100 രൂപയ്ക്ക് മേളിലേക്ക് ഉയർന്നേനെ പെട്രോളിന്റെ വില, ഡീസലിന്റെ വില ഉയർന്നേനെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമത്തിനും ഒരാൾക്കും പെട്രോൾ വിലയെ കുറിച്ച് പറയാൻ കേട്ടിട്ടുണ്ടോ? അവർ പറയില്ല, ഒരിക്കലും പറയില്ല. അവര് വിലക്കയറ്റം, പെട്രോളിന് വില കൂടി, പെട്രോളിന് വില, ഒരാളും പറയുന്നില്ല. സുഡാപ്പികൾ പോലും പറയുന്നില്ല. കാരണം അവർക്ക് അതിന്റെ അബദ്ധങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് പുറത്തു വരുമെന്ന് അവർക്കറിയാം. അപ്പം ഇതേപോലെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ റഷ്യ അതല്ല കരുതുന്നത്. ഇപ്പൊ അമേരിക്ക എന്താണ് ഇപ്പൊ ഈ അടുത്ത് കുറച്ച് ദിവസമായിട്ട് അവർ പറഞ്ഞത്, താരിഫ് ഉയർത്തും, ഉപരോധം പ്രഖ്യാപിക്കുന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അതിനുള്ള ധൈര്യമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിൽക്കില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യു കെ നിൽക്കില്ല. കാരണം യു കെ ഇപ്പോൾ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി കരകയറാനാണ് ഇന്ത്യയുമായിട്ടൊക്കെ ഒരു ഫ്രീ ട്രേഡിംഗ് വെച്ചിരിക്കുന്നത്. ബന്ധം വഷളായി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം കച്ചവടമാണല്ലോ വലുത്. ഇന്ത്യ മാത്രമുണ്ട് അതിനകത്ത് സ്വന്തം വിപണിയുള്ള രാജ്യം. കുറച്ച് കയറ്റുമതി നമുക്കുള്ളൂ. പക്ഷെ നമ്മളും വലിയൊരു കയറ്റുമതി രാജ്യമായിരുന്നെങ്കിൽ നമുക്കും ഇതിനെയൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ചൈന പോലല്ല. ചൈനയ്ക്ക് കയറ്റുമതി രാജ്യമാണ്, പക്ഷെ അവരുടെ കയ്യിൽ കുറെ പിടുത്തമുണ്ട് അമേരിക്ക ഒതുക്കാനുള്ളത്. പ്രത്യേകിച്ച് ഈ റെയർ മെറ്റൽസിന്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ അതുമില്ല. നമ്മൾ അങ്ങനെ കയറ്റുമതി ചെയ്യാറുമില്ല. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വന്നേ പറ്റൂ. ഏതായാലും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും നാറ്റോയ്ക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ഈ യൂറോപ്യൻസിനെ സംബന്ധിച്ചില്ലേ, നാറ്റോയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു ധൈര്യം ഇല്ലെങ്കിൽ കാണിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നത് യുദ്ധത്തിന്റെ പക്വരെ എത്തും, ഒരു പക്ഷേ കോംപ്രമൈസിലേക്ക് പോകും. അതാണ് ഇവർ ഐക്യരാഷ്ട്രസഭയിലേക്ക്, UN ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നാറ്റോ സഖ്യം നടത്തിക്കൊണ്ടത്. അപ്പൊ UN ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നടക്കുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ UN ഇത് കൊണ്ടുവരിക എന്നുള്ളത്, കൊണ്ടുവരികയാണെങ്കിൽ അത് പുട്ടിന്റെ വിജയമായിട്ട് തന്നെ കാണാൻ കഴിയൂ. കാരണം ഈ ഒരു വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പുട്ടിന്റെ വിജയം തന്നെയാണ്. പുട്ടിൻ പിടിച്ചെടുത്തേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു തെളിവായിട്ട് കാണുന്നത്.